നോക്കിക്കേ. എന്ത് മേടിക്കാനാ പോണേ? സൈക്കിളോ? ഏത് കളർ വണ്ടി വേണ്ടേ? അപ്പൊ നീ ഇറങ്ങാൻ നേരത്ത് വേറെ ആയിരുന്നല്ലോ പറഞ്ഞു. നീ സ്പോട്ടിൽ കളർ മാറ്റത്തുണ്ടല്ലേ? ബ്ലൂ വേണ്ട? വേണോ? അപ്പൊ ഏതാ ഫൈനൽ ഏതാ തീരുമാനം? ബ്ലൂ. നമ്മൾ വരാൻ നേരത്ത് ഒരു ബ്ലോക്കിൽ നിൽക്കുന്ന സമയത്ത് കണ്ടതാണേ ഇങ്ങനൊരു കാഴ്ച. സാധാരണ ഈ സമയത്ത് ആകാശത്ത് എന്ത് കണ്ടാലും ഞങ്ങൾക്കൊരു പേടിയാണ് കേട്ടോ. പക്ഷെ ഇത് പേടിക്കേണ്ടതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ജെറ്റ് പോകുന്നതെന്നൊക്കെ പറയും. പക്ഷെ ഇത് ജെറ്റ് പോകുന്നതാണോ അതോ ഫ്ലൈറ്റ് ആണോ എന്താണെന്ന് അറിയത്തില്ല. ഒരു 3-4 പാട് ഇങ്ങനെ കണ്ടിന്യൂസ് സൈഡിൽ കൂടെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നു കേട്ടോ. സൈക്കിളൊക്കെ ഓടിക്കാറായോ? നിനക്കല്ല കൊച്ചിനാ വാങ്ങുന്നത്. ഞാനാണല്ലോ സാധാരണ എല്ലാം നശിപ്പിച്ചു വെക്കാറ്. അപ്പൊ നീ മനസ്സിലാക്കണം, നിനക്ക് അവന്റെ പ്രായമല്ല, നിനക്ക് നീ തള്ളച്ച് മുതുക്കുക എന്നുള്ളത് നീ മനസ്സിലാക്കണം. നിന്റെ വെയിറ്റ് ഒക്കെ മാറി എന്നുള്ളത് മനസ്സിലാക്കണം. എൻ്റെ കയ്യിലിരിപ്പ് കാരണം കൊണ്ട് കുഞ്ഞിയുടെ ഒരു സ്കൂട്ടർ നാശമായിട്ടോ. അപ്പം കുഞ്ഞിക്ക് മേടിക്കാൻ വേണ്ടി വന്നത് ഈ ഒരു മോഡൽ സ്കൂട്ടർ ഉണ്ടല്ലോ, ഇതായിരുന്നു കേട്ടോ. പക്ഷെ അവൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറേ നേരത്തെ വെച്ചേക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പം അവൻ്റെ പ്ലാനൊക്കെ മാറ്റി. അവൻ സൈക്കിൾ എന്ന് പറയുന്നുണ്ടെങ്കിലും ആ സ്കൂട്ടറിനെയാണ് അവൻ സൈക്കിൾ എന്ന് പറയണേ. അങ്ങനെ ഞാനും വിചാരിച്ചത് ഇവിടെ വരുമ്പം അവൻ്റെ പ്ലാൻ മാറുമൊന്നുമില്ല, ഇത് മേടിക്കുമെന്നാണ് നമ്മൾ ഓർത്തത്. പക്ഷെ അവിടെ വന്ന് നമ്മൾ അവനെ നേരെ ഇറക്കിയിട്ട് നീ നോക്കടാന്നും പറഞ്ഞ് വിട്ട് കഴിഞ്ഞപ്പോൾ അവൻ ആദ്യം തന്നെ പോയിട്ട് ആ വലിയ സൈക്കിളമ്മ പിടിച്ചു. അപ്പൊ ഞങ്ങൾ പറയുന്നുണ്ട്, നീ ഇത് നോക്കാനല്ലല്ലോടാ വന്നത്, സ്കൂട്ടർ നോക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട് അവനൊരു മൈൻഡില്ല. അങ്ങനെ അവൻ വലിയ വലിയ വണ്ടികളിലേക്കൊക്കെ പിടുത്തം തുടങ്ങിക്കഴിഞ്ഞപ്പം ഞങ്ങൾ നൈസായിട്ട് അവനെ വിഷയമായി തൊട്ടടുത്തൊരു ഗേൾസിന്റെ സൈക്കിൾ ഇരിപ്പുണ്ടായിരുന്നേ, അതുമ്മ കയറ്റിയിരുത്തി. അപ്പം ചുമ്മാ ഒന്ന് കയറ്റിയിരുത്തി നോക്കാം, കാലൊക്കെ എത്തുന്നുണ്ടോ, അത്രയൊക്കെ ഓടിക്കാറായോ എന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് കയറ്റിയിരുത്തിയതാണ്. അപ്പൊ അവൻ അത് നൈസായിട്ട് ഓടിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഞങ്ങൾക്കും തോന്നി എന്നാ പിന്നെ സ്കൂട്ടർ മേടിക്കാണ്ട് സൈക്കിൾ ആക്കിയാലോ എന്ന്. പക്ഷെ അവിടെ ബോയ്സിന്റെ സൈക്കിൾ ഇല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ സഫാരിയിലേക്ക് യൂബർ ബുക്ക് ചെയ്തു. യൂബർ വന്നത് കണ്ടോ, ടെസ്ലയുടെ വണ്ടി, ആള് കൈയൊക്കെ വിട്ട് എന്ത് സുഖമായിട്ടിരിക്കണേ. അങ്ങനെ നമ്മൾ സഫാരിയിലെത്തി. സഫാരിയിൽ വന്നപ്പോഴത്തേനും അവന്റെ ഡ്രസ്സ് മാറിയത് കണ്ടിട്ട് തെറ്റിദ്ധരിക്കണ്ട, നമ്മൾ തലേ ദിവസമാണ് കേട്ടോ വന്നത് സഫാരിയിൽ. പിറ്റത്തെ ദിവസമാണ് അവർ സൈക്കിൾ സെറ്റ് ചെയ്ത് തരുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞ് പറഞ്ഞ പോലെ കുഞ്ഞിക്ക് ബ്ലൂ കളർ സൈക്കിൾ കിട്ടി. അവൻ്റെ അപ്പ അവനെ പഠിപ്പിച്ചിട്ടുള്ള ഒരു ശീലമാണ് പുറത്തെവിടെയെങ്കിലും പോയിട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ വന്നിട്ട് വിശേഷങ്ങളൊക്കെ അവിടെ ഈശോയുടെ അടുത്ത് പറയണം എന്നുള്ളത്. അപ്പം ആദ്യം തന്നെ അവൻ വന്ന് അതൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ. ഇവൻ എത്ര പെട്ടെന്നാണെന്നറിയോ സൈക്കിള് കൺട്രോൾ ചെയ്യാനും ഹാൻഡിൽ കൺട്രോൾ ചെയ്യാനും ഒക്കെ പഠിച്ചത്. വന്ന് 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും അവൻ ഈ പോകുന്ന പോലെ ഓടിക്കാൻ തുടങ്ങിയായിരുന്നു കേട്ടോ. നമ്മളും ഹാപ്പി, അവനും ഹാപ്പി. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.